നമസ്കാരം. ശബരിമല സ്വർണം കട്ട കേസുമായി ബന്ധപ്പെട്ട് എന്തേ ഈ അന്വേഷണം തന്ത്രിയിലേക്ക് നീങ്ങുന്നില്ല? ഉണ്ണികൃഷ്ണൻ പോറ്റിയും തന്ത്രിയും ചെയ്ത ഒരേ തെറ്റുണ്ട്. അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി അദ്ദേഹമാണ് ഈ ദ്വാരപാലക ശില്പത്തിലെ സ്വർണം കാണാനില്ല എന്നുള്ള ആദ്യത്തെ ആരോപണവുമായി രംഗപ്രവേശനം ചെയ്തു. പിന്നീട് ആ പരാതി പറഞ്ഞ വ്യക്തിയുടെ വീട്ടിൽ നിന്ന് അത് കണ്ടെത്തിയത് പോലെ തന്നെ ഈ ശബരിമലയിലെ വാജിവാഹനം അറിയാലോ, കുടിമരത്തിന് മുകളിൽ ഇരിക്കുന്ന കുതിരയുടെ രൂപം, അത് നേരെ തന്ത്രിയുടെ വീട്ടിലിരിക്കുന്നുണ്ടെന്ന് ഒരു വിവരം പുറത്തു വന്നിരുന്നു. തന്ത്രി അത് എടുത്തുകൊണ്ട് പോകണമെന്നൊരു ആവശ്യം ഈ അടുത്ത ദിവസം വെച്ചത് നമ്മൾ മാധ്യമങ്ങളിലൂടെ കേട്ടതാണ്. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തന്ത്രി എന്തിനാണ് ദേവന്റെ സ്വത്തെടുത്ത്, അതായത് ശബരിമലയിലെ സ്വത്തെടുത്ത് തന്ത്രിയുടെ വീട്ടിൽ കൊണ്ടുവയ്ക്കാൻ? തന്ത്രിയുടെ അപ്പന്റെ വകയല്ലല്ലോ ശബരിമലയിൽ ഇരിക്കുന്നത്. അത് ബാക്കിയുള്ളവർക്ക് എങ്ങനെയാണോ അതുപോലെയാണല്ലോ തന്ത്രിക്കും. ആ സ്വർണം എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചത് എന്തിന് എന്ന ചോദ്യം ഒരിടത്തുനിന്നും ഉയർന്നു കേൾക്കുന്നില്ല. കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആ സംശയമില്ല, അതുമായി ബന്ധപ്പെട്ട് മിണ്ടുന്നില്ല. കാര്യം സ്വർണം ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തുകൊണ്ട് പോയാലും ശബരിമലയിലെ സ്വർണം തന്ത്രി എടുത്ത് വീട്ടിൽ കൊണ്ടുപോയാലും ബോത്ത് ആർ മാത്തമാറ്റിക്സ്. രണ്ടുപേർക്കും അതിനുള്ള അവകാശമില്ല. അതോ തന്ത്രി ബ്രാഹ്മണനായതുകൊണ്ട് ബ്രാഹ്മണൻ അത് ചെയ്യാമോ? അങ്ങനെ ഇപ്പൊ ഇവിടെ ചെയ്യേണ്ടെന്നേ. ഈ നാട്ടിൽ ഒരൊറ്റ നിയമമേ ഉള്ളൂ, അതിന് മുകളിലല്ല തന്ത്രി, അതിന് താഴെ തന്നെയാണ് തന്ത്രി. പൂണൂലിട്ടവന്മാർക്ക് ഈ നാട്ടിൽ ചില പ്രത്യേക നിയമമുണ്ട് എന്ന് ചിലർക്ക് തോന്നുന്നുണ്ട്. അവർ നിയമത്തിന് അതീതരാണ്. അവരുടെ കാര്യങ്ങളിൽ നിയമം ഒരിക്കലും ചർച്ചയാകരുതെന്നൊക്കെ ചിലർ ആഗ്രഹിക്കുന്നുണ്ട്. ഇതും പോരാഞ്ഞിട്ട് ഈ തന്ത്രിയും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ബന്ധം, അതായത് എങ്ങനെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിൽ ഇത്രയും അക്സസ് ഉണ്ടായെന്ന് പറഞ്ഞാൽ അദ്ദേഹവും തന്ത്രിയായിട്ടുള്ള മച്ച ബന്ധമാണ്. ആ മച്ച ബന്ധം ഈ സ്വർണം തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ എന്തുകൊണ്ട് ചർച്ചയാകുന്നില്ല? കോടതിക്ക് ആ വിഷയത്തിൽ ഇതുവരെ സംശയം ഉണ്ടാകുന്നില്ലേ? അന്വേഷണ ഉദ്യോഗസ്ഥർക്കോ SITക്കോ എന്തുകൊണ്ട് സംശയം ഉണ്ടാകുന്നില്ല? കാര്യം നേരത്തെ ഒരു വീഡിയോ ചെയ്തപ്പോൾ തന്നെ ഈ സംശയം ഉന്നയിച്ചിരുന്നു. ഈ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ദേവന്റെ ഏത് വസ്തുക്കൾ എടുത്തു മാറ്റണമെന്നുണ്ടെങ്കിലും അതിന് ദേവപ്രശ്നം, ദേവഹിതമൊക്കെ അറിയേണ്ടതുണ്ട്. ആ നിലയ്ക്ക് ദേവഹിതം വെച്ച് നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പെരുങ്കള്ളനായിട്ടുള്ള വ്യക്തിയിലാണ് കൊടുക്കുന്നത്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള അനിഷ്ടം കാണേണ്ടതാണ്. പക്ഷെ അനിഷ്ടം വന്നില്ല. കൊണ്ടുപോകണമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി പറഞ്ഞു. ഉടനടി നോക്കി ഊരി അങ്ങ് കൊടുക്കാനുള്ള അനുമതി ദേവന്റെ എന്ന് വാങ്ങിക്കൊടുത്ത തന്ത്രി, ആ തന്ത്രി ചില്ലറക്കാരനല്ല എന്ന് പറയേണ്ടി വരികയാണ്. ഇപ്പോഴത്തെ കണ്ടനർ മഹേഷ് മോഹനറാണ് ഈ പറയുന്ന സ്വർണം കൊണ്ടുപോയി വിറ്റു എന്ന് പറയപ്പെടുന്ന ബെല്ലാരിയിലെ വ്യാപാരിയുടെ വീട്ടിൽ അദ്ദേഹത്തിന്റെ സ്വർണ്ണക്കട ഉദ്ഘാടനം ചെയ്തത്, അദ്ദേഹത്തിന്റെ വീട്ടിൽ പൂജ നടത്തിയത്. ഇതെല്ലാം ചെയ്ത വ്യക്തി പ്രതിയെപ്പോലെ തന്നെ കൂട്ടുപ്രതിയായിട്ട് നിന്ന് ഈ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ ഇതിന്റെ ഓഹരി പറ്റിയോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ അന്വേഷണം നടത്തണ്ടേ, ചോദ്യം ചെയ്യണ്ടേ? ഇതിനെ സംബന്ധിച്ച് റിപ്പോർട്ടർ ചാനലിലെ അരുൺകുമാർ കഴിഞ്ഞ ദിവസം ചില പ്രതികരണങ്ങൾ കൂടി നടത്തിയിരുന്നു. തന്ത്രിയുടെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും വളരെ ഗുരുതരമായിട്ടുള്ള ഒരു സംശയങ്ങൾ തന്നെയാണ്. അതിനും ഈ നാട്ടിൽ ഒരു കൃത്യത വരേണ്ടതുണ്ട്. ശബരിമല പൊതുസ്വത്താണ്. പൊതുസ്വത്തെന്ന് പറഞ്ഞാൽ തന്ത്രിയുടെ വീടുകളിൽ കൊണ്ടുപോകാനുള്ള സ്വത്തെന്നല്ല അതിന്റെ അർത്ഥം. ആ നിലയ്ക്ക് നോക്കുമ്പോൾ തന്ത്രിയെ കുറിച്ചുള്ള ആ സംശയങ്ങൾ പേര് പറയാതെ പങ്കുവെച്ചെങ്കിലും നാടത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇത് പൊളിറ്റിക്കൽ ലൈൻ മാത്രം ചർച്ച ചെയ്യാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇതിനും അപ്പുറത്തുള്ള ഒരു തലം ഈ കേസിനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അന്വേഷണം അവിടെ കൂടി എത്തണം. അന്വേഷണം ഇവിടെ കൊണ്ട് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാര്യം ഇതിൽ വളരെ നിർണായകമായ ഒരു ലിങ്ക് കൂടിയുണ്ട്. നമ്മൾ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്നത് പൊളിറ്റിക്കൽ ലിങ്ക് മാത്രമാണ്. പക്ഷേ പൊളിറ്റിക്കൽ ലിങ്കിനും അപ്പുറത്തേക്ക് ഇതിൽ മറ്റ് ചില പ്രധാനപ്പെട്ട ലിങ്കുകൾ കൂടിയുണ്ട് എന്നത് ഞാനും സംശയിക്കുന്നുണ്ട്. കാരണം ഇതുവരെയും നമുക്ക് ലഭ്യമായിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ എൻ്റെ ഒരു സംശയം ഇതാണ്: ഈ സ്വർണം എവിടെ നിന്നാണ് പിടിച്ചെടുത്തത്? മോഷണം പോയ സ്വർണം പിടിച്ചെടുത്തത് ബെല്ലാരിയിലുള്ള ഗോവർദ്ധന്റെ റോദ്ദം ജുവലറിയിൽ നിന്നാണ്. അപ്പോൾ തൊണ്ടി മുതൽ പിടിച്ചെടുത്തിരിക്കുന്നത് ഈ ജുവലറിയിലെ ഗോവർദ്ധന്റെ ജുവലറിയിൽ നിന്നാണ്. ആ ജുവലറിയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചുകൊണ്ടുപോയി പൂജിച്ച ഒരാളുണ്ട്. അത് തന്ത്രി മഹേഷ് മോഹന്റെ കണ്ഠരാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്ന് മൊഴിയെടുക്കാത്തത്? മൊഴിയെടുക്കേണ്ടതല്ലേ? കാരണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട എല്ലാവരും, അത് പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി, നോൺ പൊളിറ്റിക്കൽ ആണെങ്കിലും ശരി, സ്പിരിച്വൽ ആണെങ്കിലും ശരി, ഇതിലെല്ലാം എന്താണ് നടന്നിരിക്കുന്നതെന്ന് അറിയാം. അതേപോലെ അറിയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ബാംഗ്ലൂരുവിൽ ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിൽ ഇയാൾ മേൽശാന്തിയായിരുന്നു. 10 വർഷക്കാലം മേൽശാന്തിയായിരുന്നാൽ മാത്രമേ ശബരിമലയിലെ മേൽശാന്തി നിയമനത്തിന് അപേക്ഷിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ചട്ടമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ തിരുത്താം. അപ്പോൾ ശബരിമലയിലെ മേൽശാന്തിയായി ആ പേരിൽ ലിസ്റ്റിൽ ചേർക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ബാംഗ്ലൂരുവിലുള്ള ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്രത്തിലെ മേൽശാന്തിയായി നിയമിച്ചത്, അല്ലെങ്കിൽ അതിന് തയ്യാറെടുത്തത്, അതിന് നിർദ്ദേശം കൊടുത്തത്, അതിന് ഉപദേശം കൊടുത്തത്, അതിന് തയ്യാറാക്കിയതാരാണ്? ചോദ്യമാണ്. ഞാൻ ആരുടെയും പേര് പറയുന്നില്ല. പക്ഷേ ഇത് അന്വേഷിക്കപ്പെടേണ്ടതല്ലേ? ഉണ്ണികൃഷ്ണൻ പോറ്റി, UK എന്നുള്ള വിളിപ്പേരിൽ അറിയപ്പെട്ട ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ശബരിമലയിലെ മേൽശാന്തിയായി യോഗ്യത നേടാൻ വേണ്ടി ബാംഗ്ലൂരുവിലെ അയ്യപ്പ ക്ഷേത്രത്തിൽ 10 വർഷം മേൽശാന്തിയായി താങ്കൾ അവിടെ ജോലി ചെയ്യൂ. അതിനിടയിൽ ആ 10 വർഷം കഴിഞ്ഞ് യോഗ്യത നേടി മേൽശാന്തി പട്ടികയിൽ വരാം,
എന്നുള്ള ഉപദേശം ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോ? അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഇതുമായി ബന്ധപ്പെട്ട് അവിടെ നടത്തിയ ഈ ഏതൊക്കെ ഇടങ്ങളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജ ചെയ്യാൻ കൊണ്ടുപോയിട്ടുണ്ട് അന്വേഷിക്കപ്പെടേണ്ടതാണ്. 2018 ഇതേ വാതിൽപ്പാളി പൂജിച്ചു കൊണ്ടുവരുന്ന വിവരം ഇതേ ആളുകൾക്കറിയാമായിരുന്നു സന്നിധാനത്ത് എന്നുള്ളത് പ്രധാനപ്പെട്ട ചോദ്യമാണ്. കൊണ്ടുവരുന്ന വിവരം അറിയാമായിരുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് ഇത് പൊളിറ്റിക്കൽ ലൈൻ മാത്രം ചർച്ച ചെയ്യാനാണ് നമുക്ക് താല്പര്യം. പക്ഷേ ഇതിനും അപ്പുറത്തുള്ളൊരു തലം ഈ കേസിനുണ്ട് എന്ന് ഞാൻ സംശയിക്കുന്നു. അന്വേഷണം അവിടെ കൂടി എത്തണം. സ്വാഭാവികമായും പൊതുസമ്മർദ്ദമുണ്ടാവും, സാമൂഹിക സമ്മർദ്ദമുണ്ടാവും. ആ വാചകമാണ് നേരത്തെ നമ്മൾ പത്മകുമാറിന്റെ വാചകമായി കിട്ടത്. ദൈവതുല്യരെന്ന് കരുതുന്നവർ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതും അന്വേഷണത്തിന് വിധേയമാക്കണം. അതാവശ്യപ്പെടാനുള്ള ധൈര്യം നമ്മുടെ രാഷ്ട്രീയ നേതൃത്വം കാണിക്കണം എന്നുള്ളതാണ് എൻ്റെ ഈ വിഷയത്തിലെ നിലപാട്. അതാരാണെങ്കിലും ചോദ്യം ചെയ്യട്ടെ, അന്വേഷണത്തിന്റെ ഭാഗമായി വരട്ടെ. ആരും നിയമത്തിന് അതീതരല്ലല്ലോ, എത്ര ആത്മീയ ഗുരുവാണെങ്കിലും. കേട്ടല്ലോ, ഇതൊക്കെയാണ് ഈ പൂണൂലിട്ട് അവിടെ ഇരുന്ന് വിയർപ്പിന്റെ അസുഖമുള്ളവരാണ്. ജോലി ചെയ്യില്ല, ഞങ്ങൾക്ക് തൂമ്പപ്പണി പറ്റില്ല, ഞങ്ങൾക്ക് കുലത്തൊഴിലുകളില്ല, ഞങ്ങൾക്ക് ആകെ ചെയ്യാൻ പറ്റുന്ന പണി മൃഷ്ടാനം ശരീരം അനങ്ങാതെ ഇതുപോലെ പാവപ്പെട്ടവൻ കഷ്ടപ്പെടുന്ന പണം പലതരത്തിലുള്ള മന്ത്രകുതന്ത്രങ്ങളിലൂടെ പിടിച്ചെടുക്കുക, അത് വെച്ച് സുഖലോലുപരായി ജീവിക്കുക. ലോകത്ത് ഒരു മനുഷ്യനും കിട്ടാത്ത സൗഭാഗ്യമാണ് നമ്മുടെ നാട്ടിലെ തന്ത്രിമാർക്കുള്ളത്. അവരുടെ ജീവിതത്തെ ഓഡിറ്റ് ചെയ്യാൻ ഇവർക്ക് ചുറ്റാകെ നിൽക്കുന്ന നമ്മുടെ നാട്ടിൽ രാഷ്ട്രീയം സംസാരിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയത്തെക്കുറിച്ച് ജനങ്ങളെ അറിയിക്കേണ്ട മാധ്യമങ്ങൾ പറയില്ല, സംഘപരിവാറുകാർ പറയില്ല, കോൺഗ്രസുകാർ പറയില്ല. കാര്യം ഇവരുടെ ഇടയിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണല്ലോ, തന്ത്രിക്ക് ഏറെ പ്രിയപ്പെട്ടവർ അവരാണല്ലോ. അതുകൊണ്ട് തന്നെ പിണറായി മുമ്പ് ഈ ശബരിമലയുടെ സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് വാതിൽ പിടിച്ചടിച്ച ഒരു സന്ദർഭമുണ്ട്. അത് ആർക്ക് വേണ്ടിയാണ്? കോടതി വിധി പ്രകാരമായിരുന്നില്ലല്ലോ. അന്ന് സമരം ചെയ്ത സംഘപരിവാറുകാർക്ക് വേണ്ടി ചെയ്ത ഒരു ഉദാഹരണം അവിടെ നിലനിൽക്കുന്നുണ്ട്. അതും പോരാഞ്ഞിട്ട് ഈ തന്ത്രിമാരെ കേന്ദ്രീകരിച്ച് ശബരിമലയ്ക്കകത്ത് കയറി വിഗ്രഹത്തിൽ ഒരു നടിയെ കൊണ്ട് തൊടിയിച്ചു എന്നുള്ളൊരു ആരോപണം ഉയർന്നു വന്നില്ലേ? നിങ്ങൾക്കത് ഓർമ്മയില്ലേ? പിന്നീട് കേരളത്തിലെ ഗുണ്ടാ ലിസ്റ്റിൽപ്പെട്ട ഒരു സ്ത്രീയുടെ പീഡനക്കാരിയുമായി ബന്ധപ്പെട്ട വീഡിയോ പുറത്തു വന്നില്ലേ? അതും ഈ കണ്ഠരര് അല്ലെങ്കിൽ തന്ത്രി കുടുംബത്തിൽപ്പെട്ടവരല്ലേ? പിന്നെ സ്വന്തം അമ്മയുമായിട്ട് കോടതിയിൽ കേസ് പറയുന്നവരല്ലേ? അങ്ങനെ അടിപൊളി ഉടായിപ്പായിട്ടുള്ള ഫുൾ കച്ചവടക്കാരായിട്ടുള്ള തന്ത്രികൾ ഈ കൊളയട്ട പോലെയാണ്. അയ്യപ്പനെ ഊറ്റി അങ്ങ് ജീവിക്കുന്നവരാണ്. പാവപ്പെട്ട മനുഷ്യർ അവിടെ വരുമ്പോൾ അവർ കഷ്ടപ്പെട്ട് വെയിൽ കൊണ്ടുണ്ടാക്കുന്ന പണം 10 പൈസയുടെ പണിയെടുക്കാതെ അയ്യപ്പനെ വിറ്റ് ജീവിക്കുന്ന ടീംസുകൾ. ഈ കൊള്ളയുമായി ബന്ധപ്പെട്ട് ആ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് വേണ്ട സഹായങ്ങളെല്ലാം ചെയ്തു കൊടുത്തവർ, അവരെ കുറിച്ച് ഒരു അന്വേഷണം നടത്താതെ, അവരുടെ ഇതിലെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കാതെ, അവരെ ഇതിനെ സംബന്ധിച്ച് ചോദ്യം ചെയ്യാതെ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ഒരു കൺക്ലൂഷനിൽ എത്താൻ കഴിയുക? ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ സ്വർണത്തിൽ എങ്ങനെയാണോ ദേവസ്വം ബോർഡിനുള്ള ഉത്തരവാദിത്വം, അതിൽ തന്ത്രി വളരെ നിർണായക പങ്ക് വഹിക്കുന്നുണ്ട്. അങ്ങനെ നിർണായക പങ്ക് വഹിക്കുന്ന വ്യക്തി വാജിവാഹനം ഉൾപ്പെടെയുള്ള സ്വർണം വീട്ടിൽ കൊണ്ടുവയ്ക്കുമ്പോൾ ആദ്യം റെയ്ഡ് ചെയ്യേണ്ടത് ഇയാളുടെ വീട്ടിലാണ്. ശബരിമലയിലെ എന്തൊക്കെ എടുത്ത് വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ടെന്ന് അപ്പോ അറിയാൻ പറ്റും. അതുകൊണ്ട് തന്ത്രി കുടുംബത്തെ സേഫ് ആക്കി നിർത്തിക്കൊണ്ടുള്ള ഒരു അന്വേഷണം അതൊരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടത്തുന്നവർ അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ തട്ടിപ്പുകൾക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന വലിയ വിഭാഗക്കാരുണ്ട് എന്നുള്ളത് ഇവരുടെ പൂർവ്വകാലത്തെ പല ഉദാഹരണങ്ങളും തെളിയിക്കുന്നുണ്ട്. എന്നിട്ട് അവർ പൂണൂലിട്ടിരിക്കുന്നത് കൊണ്ടോ ബ്രാഹ്മിൻസ് ആയതുകൊണ്ടോ അല്ലെങ്കിൽ യോഗക്ഷേമ സഭ എന്നുള്ള നിലയ്ക്ക് BJP-യോടൊപ്പവും സംഘപരിവാറിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ടും ദേവസ്വം ബോർഡ് എന്ന് പറഞ്ഞാൽ ഇവരുടെ അടിമകളാണല്ലോ. ആര്? ഈ സവർണ ടീമുകളാൽ കുത്തി നിറയ്ക്കപ്പെട്ടതാണല്ലോ കേരളത്തിലെ ദേവസ്വം ബോർഡ്. 98% മുന്നോക്കക്കാർക്ക് നിയമനം കൊടുത്തിരിക്കുകയാണല്ലോ. ആ നെറ്റ്വർക്ക് ലോബികളെല്ലാം കൂടി ചേർന്ന് മറ്റ് ചിലരിലേക്ക് ചർച്ച ഉയർത്തിക്കൊണ്ടുവന്ന് യഥാർത്ഥ കള്ളന്മാരെ രക്ഷിക്കുന്നു എന്ന് പറയേണ്ടി വരികയാണ്. അതുകൊണ്ട് ശബരിമല സ്വർണം കെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും തന്ത്രിക്കും അവർ തമ്മിൽ പോറ്റി അല്ലെങ്കിൽ തന്ത്രി ബന്ധം വെച്ചിട്ട് നിയമനങ്ങൾ വരെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലുള്ള അടുപ്പം, ഇവർ തമ്മിലുള്ള ഗൂഢാലോചന, സ്വർണം കട്ടുകൊണ്ടുപോകാൻ ഇവർ എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തു, അതിന്റെ പേരിൽ ഇവരും പ്രോസിക്യൂട്ട് ചെയ്യപ്പെടേണ്ട കാര്യമുണ്ട്. ഇവരെ ഒഴിവാക്കിക്കൊണ്ടുള്ള അന്വേഷണം അത് ഒരു തരത്തിൽ ഇതിന്റെ വസ്തുതകൾ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണോ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല തന്നെ.